ഹായ് ഹലോ വെൽക്കം ടു CC പ്ലസ്. അപ്പോൾ CC പ്ലസിന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമ്മൾ 10ന്റെയും അതേപോലെ +2ന്റെയും ഒക്കെ എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ റിസൾട്ട് ഒക്കെ നോക്കി അടുത്ത ഉപരിപഠനത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുന്നവരാണ് അല്ലേ നമ്മളെല്ലാവരും. അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് നമ്മളെ മുന്നിലുള്ള പുതിയ ഉപരിപഠന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മേഖലകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കണ്ടേ അല്ലേ? പ്രത്യേകിച്ച് കൊമേഴ്സ് വിഭാഗത്തിൽ +1 +2 കൊമേഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് നമുക്ക് അറിയണ്ടേ അല്ലേ? അപ്പോൾ കൊമേഴ്സ് വിഭാഗത്തിൽ എന്തൊക്കെ മേഖലകളാണ് നമ്മൾ മുന്നോട്ടുള്ളത് എന്ന് നമുക്കൊന്ന് അറിയാം. അപ്പോൾ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പൊ എന്ത് ചെയ്യുക കൂട്ടുകാര്, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. ടോപ്പ് കാരിയർ പാത്ത് കൊമേഴ്സ്, അതായത് 12ാം ക്ലാസ് +2 ഹയർ സെക്കൻഡറിയിൽ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ആദ്യം ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് ഡിഫറൻറ്റ് ആണ് കൊമേഴ്സും ഹ്യൂമാനിറ്റീസും അല്ലെ. നമ്മൾ സാധാരണ 10 വരെ സയൻസ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ 10 വരെ നല്ല രീതിയിൽ പഠിച്ചതാണ്. അവിടെ നിന്ന് +1 +2ലേക്ക് എത്തുമ്പോൾ ഒരു കൊമേഴ്സ് എന്നൊരു ഗ്രൂപ്പാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ അതിൽ നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത തരത്തിലുള്ള, അതായത് അക്കൗണ്ടൻസി, അതേപോലെ ബിസിനസ്, അതേപോലെ തന്നെ എക്കണോമിക്സ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, അല്ലെങ്കിൽ മാത്സ്, അതല്ലെങ്കിൽ എന്താണ് പൊളിറ്റിക്സ്, അല്ലെങ്കിൽ കോർപ്പറേഷൻ, ഇങ്ങനെയുള്ള വിവിധ തരത്തിലായ സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പഠിക്കുമ്പോൾ ആദ്യമായി നമ്മൾ +2 വരുന്ന ഒരാളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും അല്ലെ. അതായത് ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമ്മൾ സയൻസ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആദ്യം പറയും എന്താ, നിങ്ങൾ ഒന്നെങ്കിൽ മെഡിസിന് പോവാം, അല്ലെങ്കിൽ എങ്ങോട്ട് പോവാം, എഞ്ചിനീയറിംഗിന് പോവാം അല്ലെ. ഒരു ഓപ്ഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്, മെഡിസിന് പോവാം, എഞ്ചിനീയറിംഗിന് പോവാം എന്നുള്ള രീതിയിൽ. പക്ഷേ കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തിനു പോവാം, എന്തിനാണ് നമ്മൾ ഈ കൊമേഴ്സ് എടുത്തത് എന്ന ചോദ്യം ചിലപ്പോൾ തുടക്കത്തിൽ നമുക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടതാ, ഈ സയൻസ് വിഭാഗമോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് വിഭാഗം അല്ലാതെ കൊമേഴ്സ് വിഭാഗത്തിന് ഒരുപാട് മേഖലകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. എന്തൊക്കെയായിരിക്കും മേഖലകൾ നമുക്ക് നോക്കട്ടെ, നമുക്ക് നോക്കാം. അതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ മേഖലകൾ കൂടെ നമുക്ക് സഞ്ചരിച്ചു നോക്കാം. ഓക്കെ, ഒന്നാമത് നമുക്ക് പറയാം ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് അനലിറ്റിക്കൽ കരിയർ പാത്ത് വിത്ത് മാത്സ്. അതായത് നമ്മൾ മാത്സ് എടുക്കാൻ കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ, നമുക്കറിയാം ഇവിടെ മാത്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെ വളരെ കുഴപ്പിക്കുന്ന തരത്തിലുള്ള മാത്സ് ഒന്നും കൊമേഴ്സിൽ ഇല്ല, എന്നാലും ഉണ്ട്. എന്നാലും നമ്മൾ തീരെ ബോധേഡ് ആവാതെ പോയാൽ നമുക്ക് മാർക്ക് നല്ല രീതിയിൽ കുറയും അല്ലെ. എന്ന് വെച്ചാൽ നമ്മൾ മാത്സ് നല്ല രീതിയിൽ പഠിക്കാൻ വേണം. അപ്പൊ ഇത്തരത്തിൽ മാത്സുമായി ബന്ധപ്പെട്ട രീതിയിൽ നിങ്ങൾ കരിയർ പാത്ത് വരികയാണെങ്കിൽ നമുക്ക് ഏതിലൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഒരു ഡിഗ്രി ബേസ് നിങ്ങൾ പോവുകയാണെങ്കിൽ അല്ലെ, അതായത് ഡിഗ്രി നിങ്ങൾക്ക് വേണം എന്ന രീതിയിൽ ഡിഗ്രി ബേസ് പോവുകയാണെങ്കിൽ നമുക്ക് +2 കൊമേഴ്സിന് ശേഷം ഏതൊക്കെ ഡിഗ്രികൾ എടുക്കാൻ പറ്റും? ഒന്നാമത് ബികോം, ബാച്ചുലർ ഓഫ് കൊമേഴ്സ് അല്ലെ. ബികോം എന്ന് പറയുമ്പോൾ എന്താണ്, ബാച്ചുലർ ഓഫ് കൊമേഴ്സ് വരും. 3 വർഷത്തെ ഡിഗ്രിയാണ് അല്ലെ. ഓരോ യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ള 3 വർഷത്തെ ഡിഗ്രിയാണ് ബികോം എന്ന് പറയുന്നത്. ഇനി അല്ലെങ്കിൽ ഏതാണ്, അതേപോലെ എക്കണോമിക്സ് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ഇനി ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അഥവാ BBA, അത് 3 വർഷത്തെ തന്നെയാണ് ഡിഗ്രി വരുന്നത്. നെക്സ്റ്റ് ബാച്ചുലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് BMS, പിന്നെ ബാച്ചുലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ മാത്തമാറ്റിക്സ്. ഇന്ന രീതിയിലൊക്കെ നമുക്ക് എന്തുവാം, മാത്സുമായി ബന്ധപ്പെട്ട് അല്ലെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കൂടുതൽ അഭിരുചി ഉള്ള ആളാണെങ്കിൽ അത്തരത്തിലുള്ള മേഖലയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നോക്കാം അടുത്തത്. ഇനി അല്ലെങ്കിൽ എന്താണ്, ആക്ച്വറൽ സയൻസ്, അതേപോലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് CA, അതേപോലെ CS കമ്പനി സെക്രട്ടറി, അതേപോലെ തന്നെ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ അനലിസ്റ്റ്. ഇത്രയും കോഴ്സുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പോകാൻ വേണ്ടി പറ്റും. ഈ CA നെ പറ്റിയും CS നെ പറ്റിയൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കണം. അതിൽ നമുക്ക് പ്രൊഫഷണൽ കോഴ്സ് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. ഇനി മാത്സ് ഇല്ലാതെ നമുക്ക് പോകണമെങ്കിൽ, മാത്സ് ഇല്ലാതെ പോവുക എന്ന് ശരിക്കും പറഞ്ഞാൽ കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിചാരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം നമ്മൾ മാത്സിലാണ് നമ്മുടെ ജീവൻ മൊത്തം കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്ന് വിചാരിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മാത്സ് അല്ല. എന്നാലും മാത്സ് താരതമ്യേന കുറച്ച് കുറവുള്ള ഏരിയ അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് എല്ലാ ഏരിയയിലും നമുക്ക് എന്തുണ്ട്, മാത്സ് ഉണ്ട്. നമുക്ക് ബികോം, അതേപോലെ BBA, അതുപോലെ മാനേജ്മെന്റ് സ്റ്റഡീസ്, കമ്പനി സെക്രട്ടറി, ഇത്രയും കോഴ്സുകളിൽ മാത്സ് ഉണ്ട്. മാത്സ് ഇല്ല എന്നും പറയുന്നില്ല, മാത്സ് വരാൻ നല്ല രീതിയിലുള്ള മാത്സ് ഉണ്ട്. നമ്മളെ അക്കൗണ്ടൻസി അതിനകത്തൊരു ടോപ്പിക് ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ കൂടി നമ്മളെ വലിയ രീതിയിൽ കുഴപ്പിക്കാത്ത തരത്തിലുള്ള മാത്സുകൾ നമുക്ക് എവിടെ ചെയ്യാൻ പറ്റും, നമുക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകളിലൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതുപോലെയാണ് ലോ, BA LLB അല്ലെങ്കിൽ BBA LLB നമുക്ക് എടുക്കാം. നമുക്കൊരു ലോയർ ആയിട്ട് അല്ലെ നല്ല രീതിയിൽ വാദിച്ച് ജയിക്കാൻ തയ്യാറുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെ. നമ്മുടെ ഇടയിൽ നല്ല വാചാലതയുള്ള, നമുക്ക് എന്താ സംസാരിച്ചുകൊണ്ട് ഒരുത്തനെ നമുക്ക് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കൂട്ടുകാർ നമ്മൾക്കിടയിൽ ഉണ്ടാവും അല്ലെ.
അപ്പൊ അവർക്കൊക്കെ പറ്റുന്ന ഒരു ഓപ്ഷനാണ് LLB. ലോയർ ആയിട്ട് നമുക്ക് കോടതിയിൽ പോവാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള വാദങ്ങൾ അവിടെ നടത്തി നമുക്ക് ജയിക്കാൻ വേണ്ടി പറ്റും. അതും അവിടെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ദെൻ ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ഇവന്റ് മാനേജ്മെന്റ്, അതേപോലെ തന്നെ ജേർണലിസം. ഇത്രയും കോഴ്സുകളോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കടന്നു പോകാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്കാണ് താല്പര്യമെങ്കിൽ, എന്താ പ്രൊഫഷണൽ കോഴ്സ് എന്ന് വെച്ചാൽ, അതായത് സയൻസ് വിഭാഗത്തെ പറ്റുകയാണെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുമ്പോൾ അവർ ആദ്യം പറയും മെഡിസിൻ അല്ലെ. അപ്പൊ കൊമേഴ്സ് വിഭാഗത്തിന് എന്താണ് പ്രൊഫഷണൽ കോഴ്സ്? നമുക്കുണ്ട് പ്രൊഫഷണൽ കോഴ്സ്. എന്താ പ്രൊഫഷണൽ കോഴ്സിന്റെ പ്രത്യേകത? അതിനൊരു യുണീക്ക് നോളജ് വേണ്ടി വരും അല്ലെ. അതായത് ഇപ്പൊ ഒരു രോഗിക്ക് മരുന്ന് എഴുതി കൊടുക്കാൻ ഒരു ഡോക്ടർക്ക് കഴിയണമെങ്കിൽ അയാൾക്ക് അതിനെ പറ്റിയുള്ള ഒരു യുണീക്ക് നോളജ് വേണം മറ്റുള്ള ആൾക്കാരിൽ നിന്ന് അല്ലെ. അതല്ലേ വേണ്ടത്? അതായത് നമ്മളിപ്പോ സാധാരണഗതിയിൽ മരുന്ന് എഴുതി കൊടുക്കാൻ പറ്റും. ഇപ്പൊ പനിക്ക് നമുക്കറിയാം പാരസെറ്റമോൾ ആണ് എല്ലാവരും കഴിക്കുന്നത്. പക്ഷേ പനിയുടെ കൂടെ പാരസെറ്റമോൾ മാത്രമല്ലാതെ ഒരു ആന്റിബയോട്ടിക് അവിടെ എഴുതി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾ എന്താണ്, ഒരു സ്പെസിഫിക് നോളജ് ഉള്ള ആളാണ് അല്ലെ. അതേപോലെ തന്നെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു യുണീക്ക് നോളജ് ഉള്ള ഒരു പ്രൊഫഷനാണ് നമ്മളെ കൊമേഴ്സിനുണ്ട്. അതാണ് നമ്മൾ ആദ്യം പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അഥവാ CA. CA പറ്റി നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലെ. CA എന്നുള്ളത് ശരിക്കും പറഞ്ഞ ഒരു 5 വർഷത്തെ കോഴ്സ് തന്നെയാണ്. അതിൽ പ്രാക്ടിക്കലും തിയറിയും അതേപോലെ അങ്ങനെ ഒരുപാട് മേഖലയിലുള്ള ഒരു കോഴ്സാണ് CA. ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഈ CA എടുത്താൽ എന്താ ഗുണം? CA എടുത്താൽ നമുക്കറിയാം ഓരോരോ കമ്പനിയും ഓരോ വർഷവും എന്ത് ചെയ്യും, അവരുടെ ലാഭവും നഷ്ടവും എത്രയാണെന്ന് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് തയ്യാറാക്കും അല്ലെ. ഈ അക്കൗണ്ട് വെരിഫൈ ചെയ്യേണ്ടത് ആരാണ്? CA ആണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു കൊമേഴ്സ് വിഭാഗത്തിലെ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് CA. അതിന് തൊട്ടുപിറകിലോ അല്ലെങ്കിൽ അതിന് ഒരേപോലെ CAക്ക് ഒരേപോലെ നിൽക്കുന്ന മറ്റൊരു കോഴ്സാണ് CS അഥവാ കമ്പനി സെക്രട്ടറി. എന്താ കമ്പനി സെക്രട്ടറി എന്ന് വെച്ചാല്? കമ്പനി സെക്രട്ടറി എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ CA ആയിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സാണ്, ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. നമ്മളെ കമ്പനിയുടെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഒരുപാട് മാനേജ്മെന്റ് പരമായിട്ടും അതേപോലെ തന്നെ നിയമപരമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടാവും അല്ലെ. അതൊക്കെ നമുക്ക് വരുന്ന ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത്. അത്തരത്തില് നിയമപരമായിട്ടും അതേപോലെ തന്നെ മറ്റ് കമ്പനിയുടെ ഇന്റേണൽ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാനും അതിനനുസരിച്ചുള്ള ഒരു റിപ്പോർട്ടിലേക്ക് എത്താനും സഹായിക്കുന്ന ഒരു പ്രൊഫഷനാണ് CS അഥവാ കമ്പനി സെക്രട്ടറി. ഈ CS-ന്റെ ഒരു പ്രത്യേകത എന്താ പറയുക മക്കളെ? എന്താന്ന് വെച്ചാല് നമ്മളെ കമ്പനിക്ക് അഥവാ ഒരു ലോയർ ഇല്ല വാദിക്കാൻ എന്നാണ് കോടതിയിൽ എത്തിയെങ്കിൽ, അതായത് CS-ന്റെ പ്രത്യേകത, നമുക്കൊരു കേസുമായി ബന്ധപ്പെട്ട് നമ്മളെ കമ്പനി എവിടെ എത്തുകയാണ്? കോടതിയിൽ എത്തുകയാണ്. അപ്പൊ നമുക്കൊരു ലോയർ ഇല്ല. ലോയർ ഇല്ലെങ്കിൽ ഒരു CS-കാരൻ നിങ്ങളുടെ കമ്പനിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അവിടെ കോടതിയിൽ വാദിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവിടെ CS പഠിക്കുന്നത്. ഇനി അതുപോലെ CMA കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, അതുപോലെ നമുക്ക് എത്രത്തോളം, അതായത് ഒരു കമ്പനിയിൽ ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ചെലവുകൾ എത്രയുണ്ടോ ആ ചെലവുകളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. അവിടെ കോസ്റ്റ് മാനേജ്മെന്റ്, അതുപോലെ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്, അതേപോലെ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. ഇതും എന്താണ്, സ്റ്റഡി അബ്രോഡിലേക്കുള്ള ഒരു കോഴ്സ് ആണ്. ഇപ്പൊ നമുക്ക് അറിയാം, നമ്മളെ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ UK അല്ലെങ്കിൽ ഏതാണ് UAE അങ്ങനെയുള്ള ഒരുപാട് പുറത്തേക്കുള്ള അബ്രോഡ് ആയിട്ടുള്ള ഓരോ രാജ്യങ്ങളിലേക്ക് നമ്മൾ അക്കൗണ്ട്സ് പരമായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി സാധ്യതകൾ നേടി പോകുന്നുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായും നമ്മൾ പാസ് ഔട്ട് ചെയ്യേണ്ട ഒരു കോഴ്സ് ആണ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് എന്നുള്ളത്, സ്റ്റഡി അബ്രോഡിലേക്ക് വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് വീട്ടിലിരുന്ന് വെറുതെ, അതായത് അതിനൊരു ട്രിക്ക് ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് അറിഞ്ഞവനാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് രാവിലെ എണീച്ച് ലാപ്ടോപ്പിന്റെ മുന്നിൽ എപ്പോഴാണോ സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് ആ സമയം വരെ ലാപ്ടോപ്പിന്റെ മുന്നിൽ ഇരുന്നാൽ നമുക്ക് ഏതാണ്ട് നല്ലൊരു പൈസ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഷെയറുകൾ വിൽക്കുക, ഷെയറുകൾ വാങ്ങുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കോഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രൊഫഷണൽ കോഴ്സ് എന്ന രീതിയിൽ. ഓക്കെ, ഇനി സ്റ്റഡി അബ്രോഡിലേക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ് അഡ്മിനിസ്ട്രേഷന് വേണ്ടി പറ്റും, അതുപോലെ എക്കണോമിക്സ് ആയിട്ട് പറ്റും, ഫിനാൻസ് ആയിട്ട് പറ്റും, ഇന്റർനാഷണൽ റിലേഷൻ ആയിട്ട് പറ്റും, അതുപോലെ അക്കൗണ്ടിങ് ആയിട്ട് പറ്റും. മറ്റൊരു ഇമ്പോർട്ടന്റ് കോഴ്സാണ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് അല്ലെ. അവിടെ എന്ത് ചെയ്യുന്നു, നമ്മളെ ഹോസ്പിറ്റലിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ? നമുക്കറിയുന്ന കാര്യം എന്താ? അവിടെ ഡോക്ടർ ഉണ്ട്, നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? OP ഷീറ്റ് എടുക്കുന്നു, നേരെ ഡോക്ടറെ കാണിക്കുന്നു, ഡോക്ടർ മരുന്ന് എഴുതി തരുന്നു, മരുന്ന് വാങ്ങുന്നു, പോകുന്നു അല്ലെ. നമുക്കറിയുന്നതാണ്. ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റോ സ്കാനിങ്ങോ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നു, പോകുന്നു. പക്ഷെ ഇതല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ മറ്റു പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. എൻറ്റയർലി ആ ഹോസ്പിറ്റൽ തന്നെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട് അല്ലെ. ഇന്ന സമയത്ത് ഇന്നൊക്കെ വേണം, അല്ലെങ്കിൽ എന്താണ്, ഇവിടെ ഇത്തരത്തിലുള്ള OP ബെഡുകൾ കൂടുതൽ വേണം, ഇന്ന് ഡോക്ടറിന്റെ സമയം ഇന്നതാണ്, ഇന്ന രീതിയിൽ അതായത് നൈറ്റ് ഷിഫ്റ്റ് വരെയുള്ള കാര്യങ്ങളൊക്കെ തിങ്ക് ചെയ്യുന്നത് അവിടെ ഏതാണ്? അവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ ഒരാളാണ്. സോ അത് നമുക്ക് മുന്നിലുള്ള കോഴ്സ് തന്നെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ.
വളരെ നല്ല രീതിയിൽ അത് അബ്രോഡിലേക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സ് കൂടിയാണ് എന്ത് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയാം. ഓക്കെ, ഇനി നോക്കാം കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമുക്ക് ഫിനാൻസ് പരമായിട്ട് നമുക്ക് പോവാണെങ്കിൽ അവിടെ CA ലേക്ക് പോവാം അല്ലെ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് നമ്മൾ പറഞ്ഞു. ഇനി CFA ലേക്ക് പോവാം, ബാങ്കിങ് ഇൻവെസ്റ്റ്മെന്റ് അനലിസ്റ്റിലേക്ക് പോവാം. ഓക്കെ, ഇനി മാനേജ്മെന്റും കൂടെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് ആണെങ്കിൽ MBA, BBA, HR മാനേജ്മെന്റ്, അതേപോലെ ഓൺടർപ്രണർഷിപ്പ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം മാനേജ്മെന്റ് പരമാണെങ്കിൽ. അക്കൗണ്ടിങ് പരമായിട്ടാണ് നമുക്ക് എങ്ങോട്ട് പോവാം, ഓഡിറ്റർ, അതുപോലെ ടാക്സ് കൺസൾട്ടന്റ് അല്ലെ. ടാക്സ് കൺസൾട്ടന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് ഓരോരോ മന്തിൽ, അതായത് GST വരുന്ന സമയത്ത് മന്ത്ലി നമ്മൾ GST റിട്ടേൺ, കൊല്ലത്തിൽ ഒരിക്കൽ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം. ആ ടാക്സ് എങ്ങനെയാണ് നമുക്ക് അടയ്ക്കാൻ വേണ്ടി പറ്റുക, നമുക്ക് എത്രത്തോളം ടാക്സ് ഉണ്ട്, ആ ടാക്സിൽ എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എന്താണ്, ഒരു ടാക്സ് കൺസൾട്ടന്റ് ആണ്. ഇനി മാർക്കറ്റിംഗിലേക്ക് നമുക്ക് പോവാം, ഇനി പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലേക്ക് പോവാം, അതുപോലെ മീഡിയ കമ്മ്യൂണിക്കേഷനിലേക്ക് പോവാം. ഇങ്ങനെ ഒരുപാട് ഏരിയയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊമേഴ്സ് വിഭാഗത്തിനും പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളോട് മറ്റുള്ള ഏതെങ്കിലും കോഴ്സ് എടുത്ത ആൾക്കാരൊന്നും തർക്കിക്കുകയാണ്, നിനക്ക് എന്ത് പഠിക്കാനുണ്ട്, അല്ലെ നീ ഇത് എടുത്തുകൊണ്ട് എന്താണ് നിനക്ക് പറ്റുക എന്ന് ചോദിച്ചാല് അന്നേരം തല താഴ്ത്തരുത്, തല താഴ്ത്താതെ തല ഉയർത്തിക്കൊണ്ട് പറയണം നമുക്ക് ഇത്രയും കോഴ്സുകൾ ഉണ്ട്. വെറും ഒരു 1, 2, 3 കോഴ്സുകളല്ല, കൈ നിറയെ കോഴ്സുകളാണ്, അല്ലെ കൈ നിറയെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മളെ മുന്നിലുള്ള കാര്യം നമുക്ക് അവരോട് എടുത്തു പറയാൻ വേണ്ടി പറ്റണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് കൊമേഴ്സ് വിഭാഗത്തിന് നമ്മളെ മുന്നിലുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ +2 കഴിഞ്ഞാൽ നിങ്ങൾ കൊമേഴ്സ് എടുത്തു എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിക്കണ്ട. നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയണം ഞങ്ങൾക്ക് ഇത്രയധികം കോഴ്സുകൾ ഉണ്ട്, ഞാൻ ഇന്ന് എടുത്തത്, അതായത് CA എടുത്ത് ഞാൻ എന്ത് ചെയ്യും, ഇന്ന മേഖലയിലെത്തും, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സ് എടുത്ത് ഞാൻ ഇന്ന മേഖലയിലെത്തും. നമുക്ക് ഉറപ്പിച്ചുകൊണ്ട് അവരുടെ മുഖത്ത് നോക്കി പറയാൻ വേണ്ടി പറ്റണം ഞാൻ കൊമേഴ്സ് എടുത്തത് എനിക്ക് എന്റെ വിജയത്തിന് വേണ്ടിയിട്ടാന്നുള്ള കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. ഓക്കെ, അപ്പൊ കൊമേഴ്സ് എടുത്ത നമ്മളെ കൂട്ടുകാരൊക്കെ നല്ല രീതിയിൽ പഠിച്ച് അവർക്ക് പറ്റുന്ന ഒരു കോഴ്സ് എടുത്തുകൊണ്ട് പഠിച്ച് മുന്നോട്ട് പോയി അവരുടെ ലൈഫ് മാക്സിമം സെക്യൂർ ആക്കാൻ നിങ്ങൾ ശ്രമിക്കാം. ഓക്കെ, മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ CC+ല് നമ്മൾ ഇൻഡിവിജ്വൽ ട്യൂഷൻസ് അവൈലബിൾ ആണ്. അതായത് നമുക്കറിയാം 1/1 ആയിട്ട്, അതായത് ഒരു മെന്റർ എന്ന രീതിയിൽ, ഒരു കുട്ടിക്ക് ഒരു മെന്റർ എന്ന രീതിയിൽ നമുക്ക് ഇവിടെ എന്താണ് CC+ല് ട്യൂഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് LKG മുതൽ 12ാം ക്ലാസ് വരെ CBSE അതായത് സ്റ്റേറ്റ് സിലബസും വെച്ച് എന്താണ് ഇവിടെ ഇൻഡിവിജ്വൽ ട്യൂഷൻ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ പഠിക്കുന്നുണ്ടാവും, എന്നാൽ കൂടി ഒരു അതായത് നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൂടി ലഭിക്കണം എന്ന് തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, മടിച്ചു നിൽക്കണ്ട, നേരെ ഇങ്ങോട്ട് പോരി CC+ലേക്ക്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യം അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ നിറവേറ്റി തരുന്നതായിരിക്കും. അപ്പോ മടിച്ചു നിൽക്കണ്ട, നേരെ ഇങ്ങോട്ട് പോരി. ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ട്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പോ കൂട്ടുകാരെ നിങ്ങളൊക്കെ എന്ത് ചെയ്തോളൂ, ഇനി നിങ്ങളുടെ കരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊക്കെ ചിറക് വരട്ടെ. നിങ്ങളോട് എന്നും ഞങ്ങളുണ്ട്. അപ്പോൾ ഈ ഉള്ള ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് നിങ്ങളുടെ കരിയർ സെറ്റാക്കി നിങ്ങൾക്ക് എന്നും ആകാശത്തിലൂടെ പറന്നു നടക്കാൻ സഹായിക്കുന്ന ഒരു പറവകളായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്